എന്റെ കഴിഞ്ഞ റീൽസ് എല്ലാവർക്കും കൂടെ നന്നായി ബോധിച്ചിരിക്കുന്നു തോന്നുന്നു. കുറെ പേര് റീഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാൻ കുറച്ച് കൗതുകം കൂടുതലാണ് അല്ലെ എല്ലാവർക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 25-26 കൊല്ലത്തോളം ഏതൊരു ആർമി ഫാമിലിയും പോലെ ഞങ്ങള് കുറെ വീടുകൾ മാറിയിട്ടുണ്ട്. കഷ്ടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18-19 വീടുകൾ. എന്റെ അത്ഭുതം തോന്നുന്നുണ്ടോ? പട്ടാളക്കാരുടെ കാര്യം എങ്ങനെ തന്നെയാ. ചിലപ്പോൾ കോഴ്സ്, ചിലപ്പോൾ യൂണിറ്റ് പോസ്റ്റിംഗ്, ചിലപ്പോൾ ഫീൽഡ് പോസ്റ്റിംഗ്, അപ്പൊ SF, പിന്നെ വീട് കിട്ടില്ല, മെസ്സിൽ താമസിക്കുക. കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് ആള് പൂനെയിൽ CMA ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ സെമസ്റ്റർ ഒക്കെ അവിടെയായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത് സെക്കൻഡറാബാദിലേക്കാ. ബാക്കിയുള്ള സെമസ്റ്ററുകളൊക്കെ അവിടെയായിരുന്നു, MCME സെക്കൻഡറാബാദിൽ. അപ്പൊ ചെന്ന ഉടനെ ക്യാമ്പസിന്റെ ഉള്ളിൽ എന്തായാലും വീട് കിട്ടില്ല. അപ്പൊ മൂപ്പര് ബെസ്റ്റ് ഫ്രണ്ടിനോട് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പറഞ്ഞു. സെക്കൻഡറാബാദിലെ ഡയമണ്ട് പോയിന്റിന്റെ അവിടെ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞങ്ങളുടെ ഫ്ലാറ്റ് ഏറ്റവും കോർണറിലായിരുന്നു, H ബ്ലോക്ക്. അതിന്റെ തൊട്ട് തന്നെയായിരുന്നു ഒരു സിമെട്രി ഉണ്ടായിരുന്നത്. പലപ്പോഴും ഞാൻ അടുക്കളയുടെ ജനവാല് തുറക്കുമ്പോൾ കാണുക വൈറ്റ് തുണിയിൽ പൊതച്ചിട്ടുള്ള ഡെഡ് ബോഡീസ് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൂപ്പരുടെ ഫ്രണ്ട് വിചാരിച്ചിട്ടുണ്ടാവും പട്ടാളക്കാരന്റെ ഭാര്യയല്ലേ, നല്ല ഡെയറിങ് ആവുമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. വലിയ ബോധവും ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല അന്നേ, അതുകൊണ്ടാവും. അവിടെ അങ്ങനെ ആളും ബഹളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഒരു പുറമ്പോക്കുമാരി ഒരു സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്ന സാധാരണക്കാരുടെയൊക്കെ ഒരു സിമെട്രി ആയിരുന്നിരിക്കണം. രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കൊക്കെ മൂപ്പര് പുറപ്പെട്ട് പീട്ടിക്ക് പോവും. പിന്നെ വരെ 7:30-7:45 ഞാൻ അപ്പോഴേക്കൊക്കെ എണീക്കാറുള്ളൂ. എന്തായാലും ഞാൻ ആ അടുക്കളയുടെ അവിടുന്ന് പുറത്തേക്കുള്ള ജനവാല് തുറക്കാറേ ഇല്ല. പിന്നെ പകൽ ഈ പറഞ്ഞത് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതുമോടിയല്ലേ, അടുക്കളയിലുള്ള അഭ്യാസങ്ങളാണ്. അപ്പൊ പിന്നെ ഇതൊന്നും ഓർക്കാനുള്ള സമയവും ഇല്ല. കഷ്ണം മുറിക്കുന്നതിന്റെ കൂടെ കുറച്ച് കൈ മുറിക്കുക, പിന്നെ ചോറ് വറക്കുന്നതിന്റെ കൂടെ കുറച്ച് നിലത്തും മേത്തൊക്കെ കളയുക. നമ്മൾ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തോന്നുന്നു അറിഞ്ഞില്ല എന്നാ തോന്നണേ സത്യം പറഞ്ഞ.